വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കാട്ടാക്കട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി KCB ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇന്ത്യയുടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈദ്യുതി ചാർജ് വർധനവിന് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ടല്ല വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത്. പല ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിലും, അത് UDFന്റെ കാലഘട്ടത്തിലായാലും LDFന്റെ കാലഘട്ടത്തിലായാലും നാമമാത്രമായിട്ടുള്ള വൈദ്യുതി ചാർജ് വർധനവുകൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് 280 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വൈദ്യുതി ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് എന്നുള്ള ചോദ്യം നമ്മൾ ആലോചിക്കണം. പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 5 തവണയാണ് കേരളത്തിൽ വൈദ്യുതി ചാർജ് വർധനവുണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ വെള്ളക്കരം വർധനവിലൂടെ, വിലക്കയറ്റത്തിലൂടെ, തൊഴിലില്ലായ്മയിലൂടെ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഓരോ ദിവസവുമായി ഇവിടെ വസ്തുവിന്റെ കരം വർദ്ധിപ്പിക്കുന്നു, വീട്ടുകരം വർദ്ധിപ്പിക്കുന്നു, വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു. ഇനി വർദ്ധിപ്പിക്കാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കേരളം പോവുകയാണ്. അതിനിടയിൽ കൂടിയാണ് ഈ 5ാമത്തെ തവണ കൂടി പിണറായി വിജയന്റെ ഗവൺമെന്റ് വൈദ്യുതി ചാർജ് വർധനവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗവൺമെന്റ് പറയുന്നത് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനപ്രകാരമാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്. ആരാണ് ശുപാർശ ചെയ്തത്? കേരള സർക്കാർ. വൈദ്യുതി വകുപ്പ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ശുപാർശ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചുകൊണ്ടാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ചെറിയ വർധനവല്ല നടപ്പാക്കിയിരിക്കുന്നത്, 2 വർധനമാണ് ഒരുമിച്ച് നടപ്പാക്കിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇതാ ഇന്ന് 16 പൈസയുടെ വർധനവ് ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ഈ സർക്കാർ, ഇത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ അടുത്തൊരു 12 പൈസയുടെ വർധനവ് കൂടി നടപ്പാക്കിയിരിക്കുകയാണ്. 2 വർധനവ് കൂടി ഒറ്റ ഉത്തരവിൽ ഒരുമിച്ച് നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റ് ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്തിന്